ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. കൂട്ടുകാർക്ക് ഈ ചാനൽസിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 ഏതാണ്? ഇത് ടീം റെയിൻ. ഓക്കെ, ഇത് ടീം റെയിൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ കൂട്ടുകാരെ? യൂണിറ്റ് 4 ഇത് ടീം റെയിൻ. ഇവിടെ എന്താണ് റെയിൻ എന്നുള്ളത്? എല്ലാം ക്യാപ്സ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഈ റെയിൻ എന്ന് പറയുന്നത് ഇവിടെ മഴേനെയല്ല ഉദ്ദേശിക്കുന്നത്. ഈ റെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ഇവിടെ ഓരോ കൂട്ടുകാരുടെ പേരുണ്ട്. ആ ഓരോ കൂട്ടുകാരുടെയും പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ഈ റെയിൻ എന്ന് പറയുന്ന ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു സിമ്പിൾ ചാപ്റ്റർ ആണ്. നമുക്ക് നോക്കിയാലോ. I am Ritu. അപ്പൊ ഈ കുട്ടി പറയാണ് I am Ritu. ഓക്കെ, അപ്പം ഈ കുട്ടി എന്താ പറയണത്? ആമി ഈസ് ഹിയർ. ആമി ഇവിടെയുണ്ട്. ഹലോ, ഹിയർ ഈസ് ഇമ. അപ്പൊ ഈ കുട്ടി പറയാണ് ഹിയർ ഈസ് ഇമ. ആൻഡ് ഈ കുട്ടി എന്താ പറയുന്നത്? ഹേ, I am നിലു. ഓക്കെ, I am നിലു. ആർ ദേ ഫ്രണ്ട്സ്? അപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് കൂട്ടുകാരോട്, ആർ ദേ ഫ്രണ്ട്സ്? അപ്പൊ ഇവരെല്ലാരും ഫ്രണ്ട്സ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും അവരൊക്കെ എന്താണ്? ഫ്രണ്ട്സ് ആണ് അല്ലേ? യെസ്, ദേ ആർ ഫ്രണ്ട്സ്. അപ്പം ഫ്രണ്ട്സിന്റെ പേര് ഒന്നും കൂടെ നമുക്ക് തറവായിട്ട് നോക്കിയാലോ. ഐ ആം റിതു, ഐ ആം ഹിയർ ഇസ് ആമി, ഹിയർ ഇസ് ഇമ ആൻഡ് ദിസ് ഇസ് നീലു. അപ്പം നമുക്ക് നോക്കിയാലോ, ഇവരുടെ പേര് വെച്ച് നോക്കുമ്പം എങ്ങനെയാണ് റെയിൻ എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നതെന്ന്. ആർ കണ്ടോ? റിത്തുവിന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ആർ. ആമീന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? എ. അപ്പൊ ആർ എ. ഓക്കെ, ഇമേന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഐ. ആർ എ ഐ. പിന്നെന്താണ്? നിലുവിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? എൻ. അപ്പൊ എന്തായി? ആർ എ ഐ എൻ. അപ്പൊ എന്തായി മാറി? റെയിൻ. ഓക്കെ, അപ്പൊ കൂട്ടുകാരുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് ഒരു എന്താണ് റെയിൻ എന്ന് പറഞ്ഞ ഒരു വേർഡ്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന്റെ പേര് റെയിൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് അവരുടെയൊക്കെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഓരോരോ വേർഡ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് കിടന്നാലോ. റിതു, ഇമ, ആമി ആൻഡ് നിലു ആർ ഫ്രണ്ട്സ്. അപ്പം എന്താണ്? ഇവരെല്ലാരും ഫ്രണ്ട്സ് ആണ്. ആരൊക്കെ? റിതു, ഇമ, ആമി, നിലു. ഓക്കെ, ദേ വാക്ക് ടുഗെദർ, ദേ പ്ലേ ടുഗെദർ. അവരെല്ലാം ഒരുമിച്ചാണ് ചെയ്യാറ്. അവർ നടക്കുന്നതും ഒരുമിച്ചാണ്, അവർ കളിക്കുന്നതും ഒരുമിച്ചാണ് എന്നാണ് ഇവിടെ പറയുന്നത്. വാട്ട് ഡു ദേ ലൈക്ക് ടു ഡു? അവർക്ക് എന്ത് ചെയ്യാനാണ് താല്പര്യം? ദേ വുഡ് ലൈക്ക് ടു വാക്ക് ആൻഡ് പ്ലേ ടുഗെദർ. അവർക്ക് കളിക്കാനും ഒരുമിച്ച് നടക്കാനും ഇഷ്ടമാണ്. വാട്ട് ഡു ദേ ലൈക്ക് ടു ഡു? അവർക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടം? അവർക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടം? ഒരുമിച്ച് നടക്കാനും ഒരുമിച്ച് കളിക്കാനുമാണ് ഇവർക്ക് ഇഷ്ടം. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത് നോക്കിയാലോ. അവർ ടീം ഈസ് റെയിൻ. ഓക്കെ, അപ്പൊ എന്താണ് ഇവര് പറയാണ്? നമ്മൾ 4 പേര് ചേരുന്ന ഒരു ടീമാണ് എന്ത്? റെയിൻ. അവർ ടീം ഇസ് റെയിൻ. വി ആർ ഇൻ ദ റെയിൻ. ഓക്കെ, ഇവരുടെ ടീമിന്റെ പേര് റെയിൻ ആണ്. പിന്നെന്താണ്? ഇവര് ഇപ്പൊ മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഇൻ ദ റെയിൻ. ഞങ്ങളിപ്പം മഴ നനഞ്ഞ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ലവ് പ്ലേയിങ് ഇൻ ദ റെയിൻ. ഇവർക്ക് എല്ലാവർക്കും എന്താണ്? മഴയത്ത് കളിക്കാൻ വളരെ ഇഷ്ടമാണ്. വി ലവ് ഡാൻസിങ് ഇൻ ദ റെയിൻ. അവർക്ക് മഴയത്ത് ഡാൻസ് കളിക്കാനും ഇഷ്ടമാണ്, പിന്നെ ഓരോരോ കളികൾ കളിക്കാനും ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ? അപ്പം കൂട്ടുകാർക്ക് ആ മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണോ? ഇപ്പൊ കുറച്ച് പിള്ളേർക്കൊക്കെ മഴയത്ത് കളിക്കാൻ ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ ചില പിള്ളേർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അതനുസരിച്ച് ആൻസർ എഴുതിയാൽ മതി, എസ് ആണോ നോ ആണോ. അപ്പൊ നോർമലി എന്താണ്? ചെറിയ കൂട്ടുകാർക്ക് മഴയത്ത് കളിക്കാൻ വളരെ ഇഷ്ടമാണ്. യെസ് എന്ന് ആൻസർ എഴുതാം. ഓക്കെ, അടുത്തത് നോക്കിയാലോ. They chase the butterfly. It is fun, but the butterflies love them.
അപ്പൊ എന്താണ് ഈ റെയിൻ എന്ന് പറയുന്ന ടീം ആര് ചേസ് ചെയ്യുന്നുണ്ട്? ബട്ടർഫ്ലൈസിനെ. ഓക്കെ, പുറകെ പോയിട്ട് ബട്ടർഫ്ലൈസിനെ പിടിക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ, ദേ ചേസ് ദ ബട്ടർഫ്ലൈസ്. ഇറ്റ് ഈസ് ഫൺ. അതൊരു സന്തോഷകരമായ ഒരു കാര്യമാണ്. ഓക്കെ, ബട്ട് ദ ബട്ടർഫ്ലൈസ് ലവ് ദം. എന്താണ്? ബട്ടർഫ്ലൈസിനും അത് ഇഷ്ടമാണ്. ഓക്കെ, അവരെ പിടിക്കാൻ വേണ്ടി പിള്ളേര് അവരുടെ പുറകെ പാറുന്നത് ബട്ടർഫ്ലൈസിനും ഇഷ്ടമാണ്. ഹാവ് യു എവർ ചേസ്ഡ് എ ബട്ടർഫ്ലൈ? നിങ്ങൾ എപ്പോഴെങ്കിലും ബട്ടർഫ്ലൈസിനെ പിടിക്കാൻ ബട്ടർഫ്ലൈസിന്റെ പുറകിൽ പോയിട്ടുണ്ടോ? ആർ ദർ ബട്ടർഫ്ലൈസ് ഇൻ യുവർ ഗാർഡൻ? നിങ്ങളുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ ബട്ടർഫ്ലൈസ് ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെ ഉത്തരം എഴുതാം? യെസ്, ഐ ഹാവ് ട്രൈഡ് to chase butterflies and there are many beautiful butterflies in the garden. Okay, അപ്പൊ എങ്ങനെയാണ്? ഞാൻ ബട്ടർഫ്ലൈനെ പിടിക്കാൻ വേണ്ടി ബട്ടർഫ്ലൈന്റെ പുറകെ പോയിട്ടുണ്ട്. അതുമല്ല, എൻ്റെ വീട്ടിലെ പൂന്തോട്ടത്തിൽ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസ് ഉണ്ട്. ഓക്കെ, അതാണ് ഇതിന്റെ മീനിങ് വരിക. അടുത്ത് നോക്കിയാലോ. ഇറ്റ് മൂവ്സ് along the roads. Okay, it moves along the roads. It moves over the grass. Sometimes the bicycle flies. Can you ride a bicycle? അപ്പോൾ നമ്മളിവിടെ തൊട്ട് മുന്നേ നമ്മൾ എന്തിനെ പറ്റിയാ പറഞ്ഞ? ബട്ടർഫ്ലൈസിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്തിനെ പറ്റിയാ പറയുന്ന? ബൈസിക്കിളിനെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് മൂവ്സ് അലോങ് ദ റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? റോട്ടിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റും. ഇറ്റ് മൂവ്സ് ഓവർ ദ ഗ്രാസ്. ഇറ്റ് മൂവ്സ് ഓവർ ദ ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ലിന്റെ മേൽ കൂടെ സൈക്കിളിന് ഓടാൻ പറ്റും. സംടൈംസ് ഇത് ബൈസിക്കിൾ ഫ്ലൈസ്. സംടൈംസ് ബൈസിക്കിൾ ഫ്ലൈസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഇറക്കത്തിലൊക്കെ നമ്മൾ സ്പീഡിൽ പോവുകയാണെങ്കിൽ എന്താ? പറക്കുന്ന പോലെ തോന്നും. ഓക്കെ, അപ്പം ചില സമയത്ത് സ്പീഡിൽ പോകുമ്പം പറയില്ലേ വണ്ടി പറന്നു പോവുമായിരുന്നു. അപ്പൊ അത് ഒരു ഇതായിട്ട് പറയുന്നതാണ്. അപ്പൊ എന്താണ്? ഇറക്കത്തിലൊക്കെ ബൈസിക്കിൾ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ? പറക്കുന്ന പോലെ തോന്നും. ഓക്കെ, ക്യാൻ യു റൈഡ് എ ബൈസിക്കിൾ? അപ്പൊ കൂട്ടുകാർക്ക് ബൈസിക്കിൾ ഓടിക്കാൻ അറിയോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കുറച്ച് കൂട്ടുകാർക്ക് അറിയായിരിക്കും, കുറച്ച് കൂട്ടുകാർക്ക് അറിയില്ലായിരിക്കും. അപ്പൊ അതനുസരിച്ച് എസ് ഓർ നോ എന്ന് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത സെക്ഷനിൽ പോയാലോ. അപ്പൊ നമ്മൾ ബട്ടർഫ്ലൈസിനെ പഠിച്ചു. പിന്നെ എന്തിനാണ് നമ്മൾ പഠിച്ചത്? ബൈസിക്കിളിനെ പഠിച്ചു. പിന്നെ റെയിനിനെ പഠിച്ചു. ഇനി അടുത്തൊന്ന് നോക്കിയാലോ. കൈറ്റ്സ്. ഓക്കെ, കൈറ്റ്സ്. ഐ വോൺ. ആർ. ഇപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം. ആർ എന്ന് പറഞ്ഞൊരു കൈറ്റ് ഉണ്ട്, എ എന്ന് പറഞ്ഞൊരു കൈറ്റ് ഉണ്ട്, ഐ എന്ന് പറഞ്ഞൊരു കൈറ്റ് ഉണ്ട്, എൻ എന്ന് പറയുന്ന കൈറ്റ് ഉണ്ട്. അപ്പം കൂട്ടുകാർക്ക് അറിയാം. അപ്പം ആർ എന്ന് പറയുന്ന കൈറ്റ് ആരുടെ ആയിരിക്കും? ഋതുവിന്റെ കൈറ്റ് ആയിരിക്കും ആർ. ഓക്കെ, ഋതുവിന്റെ കൈറ്റ് ആയിരിക്കും ആർ. ഓക്കെ, ഋതു. ഓക്കെ, നെക്സ്റ്റ് എ ആരുടെ കൈറ്റ് ആയിരിക്കും? ആമിയുടെ കൈറ്റ് ആയിരിക്കും എ. ഓക്കെ, ആമി. ആമീന്റെ കൈറ്റ്. ഐ എന്ന് പറയുന്ന ആരുടെ കൈറ്റ് ആയിരിക്കും? ഇമയുടെ കൈറ്റ് ആയിരിക്കും. ഇമ. IMA. ഓക്കെ, ഇമേന്റെ കൈറ്റ് ആയിരിക്കും എന്ത്? ഐ. പിന്നെ എൻ ആരുടെ കൈറ്റ് ആയിരിക്കും? നില. NILA. ഓക്കെ, അപ്പം മനസ്സിലായോ ഇവിടെ ആരുടെയൊക്കെ കൈറ്റ്സ് ആ കൊടുത്തിരിക്കുന്നതെന്ന്? അപ്പം ഋതുവിന്റെ കൈറ്റ് പറയാണ്. ഋതു പറയാണ് ഐ വോൺ. ഓക്കെ, അപ്പം ഈ കൈറ്റ് ആരുടെയാണ്? ഇമ്മേന്റെ കൈറ്റ് എന്താ? നോ, ഇറ്റ്സ് മീ. നീ അല്ല ജയിച്ചത്, ഞാനാണ് ജയിച്ചത് ഇമ പറയാണ്. അപ്പൊ എന്താണ്? ആമി എന്താ പറയുന്നത്? നോട്ട് യു, മൈ കൈറ്റ് ഇസ് ഫ്ലൈയിങ് ഹൈ എന്ന് ആര് പറയുന്നത്? നില പറയുന്നത്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഇതിൽ നോക്കിയാൽ അറിയാം ആരുടെ കൈറ്റാണ് ഏറ്റവും പൊക്കത്തിലുള്ളത്? ആമീന്റെ കൈറ്റാണ് ഏറ്റവും പൊക്കത്തിലുള്ളത്. ഓക്കെ, ആമീന്റെ കൈറ്റാണ് ഏറ്റവും ഹൈറ്റിലുള്ളത്. ഹൂസ് കൈറ്റ് ഇസ് ഫ്ലൈയിങ് ഹൈ? ഹൗ ഡു യു നോ ദാറ്റ്? അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഓരോരുത്തരുടെ കൈറ്റ്, ഇവിടെ കൂട്ടുകാരെ കാണിച്ചിട്ടില്ല. ഋതുവിനെയോ ആമീനെയോ ഇമേനെയോ നിലേനെയോ കാണിച്ചിട്ടില്ല. പക്ഷെ എന്താണ്? അവരുടെ ലെറ്ററിന്റെ സ്റ്റാർട്ടിങ് വരുന്ന ലെറ്റർ ഓരോ കൈറ്റിൽ അവർ എഴുതിയിട്ടുണ്ട്. ആർ എന്ന് പറയുന്ന ഋതു, എ എന്ന് പറയുന്ന ആമി, ഐ എന്ന് പറയുന്ന ഇമ, എൻ എന്ന് പറയുന്നത് നിലയാണ്. ഓക്കെ, അപ്പം ഈ പേരിലുള്ള
കൈറ്റ്സ് മേലേക്ക് പറത്തുന്നുണ്ട്. അതിൽ എ എന്ന് പറയുന്ന കൈറ്റാണ് ഏറ്റവും ഹൈയിൽ പറക്കുന്നത്. ബാക്കി രണ്ടാമത് ആരുടെ ഇമേൻ്റെത്, പിന്നെ മൂന്നാമത് റിതു നിലയും ഒരേ ഹൈറ്റിലാണ് പറത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. Whose kite is flying high? How do you know that? അപ്പൊ എങ്ങനെയാണ്? ആമീന്റെ കൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആൻസർ ചെയ്താൽ ആമീന്റെ കൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? പറക്കുന്നത്. ഓക്കെ, ഏറ്റവും ഹൈറ്റിൽ പറക്കുന്നത് ആരുടെ ഇതാണ്? ആമി. ഓക്കെ, ആമീന്റെ കൈറ്റ് ആണ് ഏറ്റവും ഹൈറ്റിൽ പറക്കുന്നത്. ഹൗ ഡു യു നോ ദാറ്റ്? എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്? എ എന്ന് പറയുന്ന ലെറ്റർ, റെയിനിലെ എ എന്ന് പറയുന്ന ലെറ്റർ ആരെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആമീനെയാണ്. അതുകൊണ്ടാണ് ആമീന്റെ കൈറ്റ്. ഓക്കെ, കൂട്ടുകാർക്ക് ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ. ഇതാ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെയിൻ എന്ന് പറയുന്നത് 6 ഋതു ആണ്, എ ആമിയാണ്, ഐ ഇമയാണ്, എൻ നിലു ആണ്. ഓക്കെ, നിലു അല്ലെങ്കിൽ നില. ഓക്കെ, അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ. അടുത്ത പാർട്ടിൽ കണ്ടോ, ഈ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഈ സൂര്യനെ തൊടാൻ വേണ്ടി ഈ മരത്തിൽ കയറിയിട്ട് സൂര്യനെ തൊടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ടീം റെയിൻ ലൈക്സ് ടു ക്ലൈംബ് ട്രീസ്. അവർക്ക് എന്താണ്? ഈ ടീം റെയിനിന് എന്താണ്? മരത്തിൽ കയറാൻ ഇഷ്ടമാണ്. ഓക്കെ, ലുക്ക് നീല, ഹിയർ ഇസ് എ മാംഗോ. അപ്പം ലുക്ക് നീല, അപ്പൊ മറ്റാള് പറയാണ് ലുക്ക് നീല, ഇവിടെ ഒരു മാങ്ങയുണ്ട്. ആരാ പറയുന്നത്? ഋതു പറയാണ്. ഓക്കെ, ഋതു പറയാണ് ലുക്ക് നീല, ഹിയർ ഇസ് എ മാംഗോ. ലുക്ക് അറ്റ് ദ സൺ ഈസ് ഇൻ മൈ ഹാൻഡ്. അപ്പം ആമി പറയാണ്, നമ്മൾ തൊട്ട് മുന്നത്തെ ചിത്രം കണ്ടില്ലേ, സൂര്യനെ പിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആമി പറയാണ്, നോക്ക്, സൂര്യൻ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഹേ, ഐ ക്യാൻ സീ ദ ഹിൽ, ഇമ്മ ഷൗട്ടഡ്. അപ്പൊ ഇമ്മ പറയാണ്, എനിക്ക് എന്ത് കാണാൻ പറ്റും? മലകള് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഓരോരുത്തരും ഓരോന്ന് കാണുന്നത്. ഒരാള് മാങ്ങ കാണുന്നുണ്ട്, ഒരാള് സൂര്യനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഒരാള് മലകൾ കാണുന്നുണ്ട്. ഓക്കെ, ഇത് ടീം റെയിൻ ഈസ് ഓൺ എ ട്രീ. അപ്പൊ ടീം റെയിനിലുള്ള എല്ലാ ആൾക്കാരും, ഋതു, ആമി, ഇമ, നിലു എന്താണ്? മരത്തിന്റെ മുകളിലാണ്. ലുക്ക്, ദർ ഇസ് എ റെയിൻബോ. നോക്ക്, അവിടെ ഒരു മഴവില്ലുണ്ട്. ഋതു സെഡ്, ഋതു പറഞ്ഞു, നോക്കിയേ, അവിടെ ഒരു മഴവില്ലുണ്ട്. ലെറ്റ് us ടച്ച് ഇറ്റ്. അപ്പൊ ഇവരെല്ലാരും, ആമി പറയാണ്, നമുക്കതിനെ പിടിച്ചാലോ. ഓക്കെ, ബട്ട് ഹൗ? അപ്പൊ ഇമ്മ ചോദിച്ചു, എങ്ങനെയാ നമ്മൾ അതിനെ പിടിക്കുക? ഇറ്റ് ഈസ് ഓൺ ദ ഹിൽ ടോപ്പ്, നിലു സെഡ്. നിലു എന്ത് പറഞ്ഞു? അത് മലേന്റെ മേലെയാണ്, അതിന് നമ്മൾ എങ്ങനെ പിടിക്കുന്നു? നിലു പറയാണ്. കം, ലെറ്റ് us ഗോ there, said ഋതു. അപ്പൊ ഋതു പറയാണ്, നമുക്ക് അവിടെ പോയി നോക്കാം, മഴവില്ലിനെ പിടിക്കാൻ പറ്റുമോ പോയി നോക്കാം എന്ന് ഋതു എല്ലാവരോടും കൂടെ പറയാണ്. ഈസ് ദ റെയിൻബോ റിയലി ഓൺ ദ ഹിൽ? റെയിൻബോ ഹില്ലിന്റെ മേലെ തന്നെയാണോ? ഒരിക്കലുമില്ല. റെയിൻബോ എവിടെയാണ് ഉണ്ടാവുന്നത്? ആകാശത്തിലാണ്. അത് ഭയങ്കര ഹൈറ്റിലാണ് ഉണ്ടാവുന്നത്. ഒരിക്കലും നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ കൈ കൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താണ്? ഈസ് ദ റെയിൻബോ റിയലി ഓൺ ദ ഹിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? നോ എന്നാണ്. ഓക്കെ, അടുത്ത പോർഷൻ നോക്കാം. Climb up the hill, touch the rainbow, let us sit on it, let us sit on it, let us sit on it and we can sing a song. അപ്പൊ ഇവരെന്താണ്? മരത്തിന്റെ മേലിലിരുന്ന് കണ്ട റെയിൻബോനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവരെ എങ്ങോട്ട് പോവാണ്? മലയുടെ മേലേക്ക് കയറുകയാണ്. കണ്ടോ, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ, രണ്ടുപേര് സൈക്കിൾ ചവിട്ടുന്നുണ്ട്, രണ്ടുപേര് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്ലൈംബ് അപ്പ് ദ ഹിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയുടെ മുകളിലേക്ക് കയറുകയാണ്. ടച്ച് ഇൻ ദ റെയിൻബോ എന്താണ്? മലേന്റെ മേലെ പോയിട്ട് മഴവില്ലിനെ തൊടാൻ പോവുകയാണ്. ലെറ്റ് us sit on it. അപ്പൊ ഇവര് പറയാണ്, ആ റെയിൻബോന്റെ മേലെ നമുക്ക് ഇരുന്നാലോ. ലെറ്റ് us sit on it, let us sit on it and we can sing a song. അതെന്താണ്? നമ്മൾ ആ മലേന്റെ മേലെ ക്ലൈംബ് ചെയ്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെയിൻബോന്റെ മേലെ ഇരുന്നിട്ട് നമുക്കൊരു പാട്ട് പാടിയാലോ എന്ന് ഈ റെയിൻ എന്ന് പറയുന്ന ടീം പറയാണ്. Can the team rain touch the rainbow? ഈ റെയിൻബോ ഈ ടീമിന് ടച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് കൂട്ടുകാരോട് ചോദിക്കുന്നത്. അപ്പൊ റെയിൻബോ എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക? ആകാശത്തിനാണ്. നമ്മൾ താഴെ നിൽക്കുമ്പോൾ മലേന്റെ മേലെ ഉള്ളതുപോലെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ മലേന്റെ മേലെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ റെയിൻബോനെ കാണാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അടുത്ത പാർട്ട് നോക്കിയാലോ. Look at the rainbow. It is a round in shape. It is a circle, a big circle of colors,
എ കളർഫുൾ സർക്കിൾ ഇൻ ദ സ്കൈ. അപ്പൊ ഇവരെന്താണ് മലേന്റെ മേലെ സൈക്കിള് ചവിട്ടി നടന്ന് മേലെ കയറിയപ്പോ എന്താണ് മലേനെയും കാട്ടി പൊക്കത്തിലാണ് എന്തുള്ളത് റെയിൻബോ ഉള്ളത്. ഓക്കെ, അപ്പൊ ലുക്ക് അറ്റ് ദ റെയിൻബോയിലേക്ക് നോക്ക്. ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. അതെന്താണ് റൗണ്ടിലാണ് ഉള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് എ സർക്കിൾ. എന്താണ് ഒരു വട്ടത്തിലാണ് റെയിൻബോ ഉള്ളത്. എ ബിഗ് സർക്കിൾ ഓഫ് കളേഴ്സ്. അതിനെന്താണ് ഒരു വലിയ വട്ടത്തിലുള്ള ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. എ കളർഫുൾ സർക്കിൾ ഇൻ ദ സ്കൈ. ആകാശത്ത് ഒരു റൗണ്ടിലുള്ള ഡിഫറെന്റ് കളേഴ്സിലുള്ള ഒരു ഡിഫറെന്റ് സർക്കിളിലുള്ള ഡിഫറെന്റ് കളേഴ്സിലുള്ള ഒരു ഷേപ്പിലാണ് എന്തുള്ളത് റെയിൻബോ ഉള്ളത്. ഹാവ് യു സീൻ എ റെയിൻബോ ആസ് എ സർക്കിൾ? അപ്പൊ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, കൂട്ടുകാരെ നിങ്ങൾ എപ്പോഴെങ്കിലും റൗണ്ടിലുള്ള റെയിൻബോ സർക്കിൾ കണ്ടിട്ടുണ്ടോ എന്ന് കൂട്ടുകാരോട് ചോദിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ലെറ്റ് us touch it. Come on, quick, jump up. 1 2 3. ഓക്കെ, അപ്പൊ കൂട്ടുകാരെല്ലാരും കൂടെ എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ആ റെയിൻബോനെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇത് കഥ പോലെയാണ്. അപ്പൊ കൂട്ടുകാർ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ലെറ്റ് us touch, നമുക്കത് തൊട്ടാലോ. കം ഓൺ, ഓടിവാ. ക്യുക്ക്, പെട്ടെന്ന്. ജമ്പ് അപ്പ്, ചാടിക്കോ, മേലേക്ക് ചാടാൻ വേണ്ടിയിട്ട്. 1 2 3. അപ്പം ഇവരെല്ലാവരും ടീമായിട്ട് നമ്മളിപ്പോൾ ഓടാൻ നേരത്തെ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ഓടൂലേ, അതേപോലെ ജമ്പ് ചെയ്യാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ റെഡി 1 2 3 എന്ന് പറഞ്ഞിട്ട് മേലേക്ക് ഒറ്റ ചാട്ടം ചാടി. എന്തിനാണ് റെയിൻബോനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വിൽ ദേ ടച്ച് ദ റെയിൻബോ? നമുക്ക് റെയിൻബോനെ ടച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് റെയിൻബോനെ ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ് വി ഗോട്ട് എ റിംഗ്. അപ്പൊ എന്താ കൂട്ടുകാർ പറയുന്നത്, നമുക്കൊരു റിങ് കിട്ടി, ഒരു വളയം കിട്ടി. എ കളർഫുൾ റിംഗ്. എന്താണ് നല്ല കളർഫുൾ ആയിട്ടുള്ള റിംഗ് ആണ്. കം സ്വിങ് ഓൺ ഇറ്റ്. എന്താണ് നമുക്കിതിൽ തൂങ്ങി ആടാം. ലെറ്റ് സിംഗ് എ സോങ്. നമുക്കൊരു പാട്ട് പാടാം. സ്വിങ് സ്വിങ് സിംഗ്. ആടുക ആടുക ആടുക. സിംഗ് സിംഗ് സിംഗ്. പാടുക പാടുക പാടുക. വി ഗോട്ട് എ റിംഗ്. നമുക്കൊരു വളയം കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പ്രിറ്റി തിങ്. അതൊരു നല്ലൊരു സൗന്ദര്യമുള്ളൊരു സാധനമാണ് എന്നാണ് പറയുന്നത്. ഇതിപ്പം ഈ സ്റ്റോറി കൂട്ടുകാർക്ക്, ചെറിയ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് കാരണം ഈ റെയിൻബോയിൽ ഇരിക്കുന്നതും ആടുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ ഒരിക്കലും നമുക്ക് റെയിൻബോയിൽ ഇരിക്കാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾ ഇതൊരു ഫണ്ണി സ്റ്റോറി അല്ലെങ്കിൽ ഫണ്ണി ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഡു യു സിങ് വെൻ യു സ്വിങ്? അപ്പം ചോദിച്ചിരിക്കുകയാണ് ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ആടാൻ നേരത്തെ നിങ്ങൾ പാടാറുണ്ടോന്ന്. അപ്പം എപ്പോഴാണ് നമ്മൾ ആടുമ്പോൾ പാടാറ്? ഇപ്പം നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ഊഞ്ഞാലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഊഞ്ഞാലിരുന്ന് ആടും. അപ്പം അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അവരുടെ മനസ്സിൽ മൂളിപ്പാട്ടൊക്കെ വന്നിട്ട് അവർ പാടുന്നതാണ്. ഓക്കെ, അടുത്ത സെക്ഷൻ നോക്കിയാലോ. സ്നാപ്പ്, the ring broke, some pieces fell down. അപ്പൊ എന്താ, അവരതിന്റെ ചുറ്റും ഇരുന്ന് ഡാൻസ് കളിക്കുകയും പാടുകയും ഊഞ്ഞാലാടുകയൊക്കെ ചെയ്യാണ്. അപ്പൊ പെട്ടെന്ന് എന്ത് സംഭവിച്ചു, ആ റെയിൻബോ പൊട്ടിപ്പോയി. the ring broke, പൊട്ടിപ്പോയി. some pieces fell down. അതിലെ പകുതി പോർഷൻ എന്തായി, നിലത്തേക്ക് വീണു. അതേപോലെ റെയിൻ എന്ന് പറയുന്ന ടീമിലുള്ള ഓരോ മെമ്പേഴ്സും ആ വളയത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണുന്നത്. വാട്ട് ഹാപ്പൻ ടു ദ പീസസ്? ഈ പീസസിനൊക്കെ എന്താണ് സംഭവിച്ചത് എന്നാണ് കൂട്ടുകാരോട് ചോദിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ നോക്കാം. അതെന്താണ്, അപ്പം റെയിൻബോന്റെ പകുതി പീസസ് നിലത്തേക്ക് വീണിട്ടുണ്ട്. ഓക്കെ, നിലത്തേക്ക് വീണിട്ടുണ്ട്. പിന്നെ റെയിൻബോ ടീം ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത് fallen pieces turned into flowers. അപ്പം റെയിൻബോന്റെ പകുതി റിങ് നിലത്തേക്ക് വീണു, പകുതി പോർഷൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ വീണ പോർഷൻ എന്തായിട്ട് മാറി, turned into beautiful flowers. The flowers filled the valley. അപ്പം മലേന്റെ താഴ്വാരത്ത് എന്താണ്, ഫ്ലവേഴ്സ് ഫില്ല് ചെയ്തു. The valley became colorful. അപ്പൊ എന്താണ്, ആ മലേന്റെ താഴ്വാരം മൊത്തം നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കിയാലോ. അപ്പം ലാസ്റ്റ് സെക്ഷൻ ആണ്. അപ്പൊ കൂട്ടുകാർ ഇത്രയും നേരം പഠിച്ചില്ലേ, ഇത്ര നേരം പഠിച്ചതിന് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റി?
ഫസ്റ്റ് നമ്മൾ റെയിൻ കണ്ടു, പിന്നെ കൈറ്റ് കണ്ടു, പിന്നെ സൺ കണ്ടു, ബൈസിക്കിൾ കണ്ടു, റെയിൻബോ കണ്ടു, ട്രീസ് കണ്ടു, അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചു. അപ്പം നമ്മൾ ഇവിടെ ഈ ചിത്രം നോക്കിയിട്ട് എന്തൊക്കെയാന്ന് ഇവിടെ എഴുതണം. നെയിം ദ പിക്ചേഴ്സ്. ഫസ്റ്റ് എന്താണ് കൂട്ടുകാരെ? ഇത് കൈറ്റ് ആണ്. ഓക്കെ, നമ്മൾ കണ്ടു ആമീന്റെ കൈറ്റാണ് ഏറ്റവും ഹൈറ്റിൽ പറഞ്ഞതെന്ന് നമ്മൾ പഠിച്ചില്ല. അപ്പൊ ഇതെന്താണ്? കൈറ്റ് ആണ്. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? സൂര്യനെ പിടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ ടീം റെയിൻബോ എന്ത് ചെയ്തു? മരത്തിന്റെ മേലെ കയറി. അപ്പൊ സൂര്യൻ എന്താ ഇംഗ്ലീഷിൽ പറയാ? സൺ. പിന്നെ എന്താണ്? ബൈസിക്കിൾ. ബൈസിക്കിൾ എന്താണ്? റോഡിന്റെ സൈഡിൽ കൂടെ പോവും, പുല്ലിന്റെ മേലെ കൂടെ പോവും, ചില സമയത്ത് അത് ഫ്ലൈ ചെയ്യുന്ന നമ്മൾ പഠിച്ചില്ലേ, അതെന്താണ്? ബൈസിക്കിൾ. പിന്നെ റെയിൻബോ നമ്മൾ പഠിച്ചു. പിന്നെ മലകളുടെ മോളിൽ കാണുന്ന ഒരു റിങ് പോലത്തെ കളർഫുൾ ആയിട്ടുള്ള സാധനമാണ് റെയിൻബോ. പിന്നെന്താണ്? ഫ്ലവേഴ്സ്. മലേന്റെ താഴ്വാരത്ത് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിനെന്താണ് നമ്മൾ പറയുക? മരം. മരത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? ട്രീ. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഈ യൂണിറ്റ്, ഇത് ടീം റെയിൻ എന്ന് പറയുന്ന യൂണിറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ടീം ഓഫ് 4 ഫ്രണ്ട്സിന്റെ പേരിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ആണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ പേരൊക്കെയാണ് എന്തൊക്കെയാണ്? ഋതു, അതില് R, ആമിയില് A, പിന്നെ Iയില് ഇമ, പിന്നെ Nയില് നില. അപ്പൊ ഈ 4 പേരിലെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് അവരൊരു ടീം ഉണ്ടാക്കി അവർ എപ്പോഴും കളിക്കാനും നടക്കാനൊക്കെ അവർക്ക് ഒരുമിച്ച് ചെയ്യുന്നതാണ് ആഗ്രഹം. അങ്ങനെ ഒരു ടീമിന്റെ പേരാണ് ഇത് ടീം റെയിൻബോ. അപ്പൊ കൂട്ടുകാർക്ക് ഈ യൂണിറ്റ് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ കൂട്ടുകാർക്കെല്ലാം ഈ യൂണിറ്റ് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഈ യൂണിറ്റ് മനസ്സിലാവുകയാണെങ്കിൽ ഈ ചാനൽസിലെ വീഡിയോ ഒക്കെ കാണാനും അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.